ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ രാജ്യതലവന്മാർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും യോഗം ചർച്ച ചെയ്യും. യോഗാഭ്യാസത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിനും അഫ്ഗാനിസ്ഥാനും ജയം. ഇന്ത്യ പാക് മത്സരം നാളെ. വാർത്തകൾ വിശദമായി. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കും. വൈകുന്നേരം 7:15 രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രീ നരേന്ദ്രമോദിക്കും പുതിയ മന്ത്രിസഭാംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന നിയുക്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും മറ്റ് മന്ത്രിസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽപ്പെട്ട മറ്റ് രാഷ്ട്രങ്ങളിലെയും രാജ്യതലവന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഘെ, മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ഡോഗ്ബെ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പുറമെ നാളെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ 3ാം തവണത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള നേതാക്കളുടെ സന്ദർശനം ഇന്ത്യയുടെ അയൽപ്പക്കത്തിനാദ്യം നയത്തിനും സാഗർ കാഴ്ചപ്പാടിനും നൽകുന്ന ഏറ്റവും ഉയർന്ന പരിഗണനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്നും 15, 22 തീയതികളിലടക്കം ഈ മാസം 3 തവണ നടക്കേണ്ട രാഷ്ട്രപതി ഭവനിലെ ഗാർഡ് മാറ്റം ചടങ്ങ് റദ്ദാക്കി. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനും പാർലമെന്റിന്റെ ഇരുസഭകളിലുമുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുമുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് ഈ റദ്ദാക്കലെന്ന് രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും ഡൽഹിയിൽ ഡ്രോൺ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തി. പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ആളില്ലാ വ്യോമ വാഹനങ്ങൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിനാണ് ഡൽഹി പോലീസ് നിരോധനം ഏർപ്പെടുത്തിയത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും യോഗം ചർച്ച ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ലോക്സഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ യോഗം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം പാർട്ടി ദേശീയ അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വിജയവാഡയ്ക്ക് സമീപമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. വിഭജനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ഇത് 2ാം തവണയാണ് നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മുൻ റെയിൽവേ മന്ത്രി ലാലു പ്രസാദും കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട ജോലിക്കു വേണ്ടി ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം പരിഗണിക്കുന്നതിനായി പ്രത്യേക കോടതി ജൂലൈ 6-ന് കേസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. നേരത്തെ 2023 ഒക്ടോബർ 4-ന് ലാലു പ്രസാദ് യാദവ്, ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, റാബ്രി ദേവി എന്നിവർക്ക് ജോലിക്കു വേണ്ടിയുള്ള ഭൂമി കുംഭകോണ കേസിൽ പുതിയ കുറ്റപത്രം സമർപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മറ്റൊരു കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്കെതിരെ ഡൽഹി മദ്യനയ കേസിൽ സിബിഐ ഡൽഹി കോടതിയിൽ അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. സ്പെഷ്യൽ ജഡ്ജി കാവേരി ബവേജ കേസ് ജൂലൈ 6-ന് പരിഗണിക്കാൻ മാറ്റി. കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂൺ 21 വരെ കോടതി നീട്ടി. ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് പൊതു ചിഹ്നം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.
സെപ്റ്റംബർ 30-നകം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. യോഗാഭ്യാസത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ചും യോഗയുടെ പൊതുവായ മാനദണ്ഡങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വാർത്താവിതരണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജുവും ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയും ഇന്നലെ ന്യൂഡൽഹിയിൽ 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യവെ അറിയിച്ചതാണ് ഇക്കാര്യം. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. വിശദാംശങ്ങളിലേക്ക്. യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രസാർ ഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ദൂരദർശൻ, ആകാശവാണി നെറ്റ്വർക്കുകളിലൂടെ വിവിധ പരിപാടികൾ സംപ്രേഷണം ചെയ്യും. പ്രത്യേക തത്സമയ പ്രഭാത ഷോകൾ ഉൾപ്പെടെ യോഗാ വിദഗ്ധരുമായി നടത്തുന്ന പരിപാടികളും അഭിമുഖങ്ങളും ദൂരദർശൻ സംപ്രേഷണം ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുമായി സഹകരിച്ച് യോഗയെ ഒരു ജീവിത രീതിയായി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനങ്ങളുടെ സമഗ്ര ആരോഗ്യത്തിനും വേണ്ടിയുള്ള പരിപാടികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ആയുഷ് മന്ത്രാലയം ഒരു യോഗാ ഗീത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പങ്കിടും. താഴെ തട്ടിൽ പഞ്ചായത്തുകൾ, അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ ഹർ അംഗൻ യോഗ സംരംഭത്തിന് കീഴിൽ 2 ലക്ഷത്തോളം സ്ഥലങ്ങളിൽ യോഗാ സെഷനുകൾ സംഘടിപ്പിക്കും. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ 23 കോടിയിലധികം പേർ പങ്കെടുത്തതായി മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈനാട് ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാധ്യമരംഗത്തെ പ്രമുഖനുമായ CH റാമുജി റാവു അന്തരിച്ചു. ഇന്ന് രാവിലെ ഹൈദരാബാദിൽ വച്ചായിരുന്നു അന്ത്യം. 87 വയസ്സായിരുന്നു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഈനാട് ഗ്രൂപ്പ്, റാമുജി ഫിലിം സിറ്റി എന്നിവയുൾപ്പെടെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് ശ്രീ റാമുജി റാവു. 4 ഫിലിംഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട്. 2016-ൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഈനാട് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ റാമുജി റാവുവിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. റാമുജി റാവുവിന്റെ വിയോഗത്തോടെ രാജ്യത്തിന് മാധ്യമ, വിനോദ മേഖലകളിലെ ഒരു അതികായനെയാണ് നഷ്ടപ്പെട്ടതെന്ന് രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ദീർഘകാലം സ്മരിക്കപ്പെടുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ഇന്ത്യൻ മാധ്യമരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു റാമുജി റാവുവെന്ന് ശ്രീ നരേന്ദ്രമോദിയും അനുസ്മരിച്ചു. രാജ്യത്തിന്റെ വികസനത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശത്തെ പ്രശംസിച്ച മോദി ശ്രീ റാവുവിന്റെ വിയോഗത്തിൽ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. 2020 ലോകകപ്പിൽ ഇന്നത്തെ മത്സരങ്ങളിൽ ബംഗ്ലാദേശിനും അഫ്ഗാനിസ്ഥാനും ജയം. ശ്രീലങ്കയെ 2 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയ വിജയലക്ഷ്യമായ 124 റൺസ് ബംഗ്ലാദേശ് 19 ഓവറിൽ മറികടന്നു. ഗയാനയിലെ പ്രോവിഡൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ അഫ്ഗാനിസ്ഥാൻ 84 റൺസിന് വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 15.2 ഓവറിൽ 75 റൺസിന് ഓൾ ഔട്ടായി. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ കാനഡ 12 റൺസിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. അതേസമയം ഇന്ത്യ തങ്ങളുടെ 2ാം മത്സരത്തിൽ നാളെ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും. FIH ഹോക്കി പ്രീമിയർ ലീഗിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. നാളെ ആതിഥേയരായ ഗ്രേറ്റ് ബ്രിട്ടനുമായാണ് ഇന്ത്യയുടെ മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യൻ പുരുഷ ടീം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും യോഗം ചർച്ച ചെയ്യും. യോഗാഭ്യാസത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനും അഫ്ഗാനിസ്ഥാനും ജയം. ഇന്ത്യ പാക് മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.